ഇത് നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിയിട്ട മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഹലോ, ഇന്ന് മുട്ട വെച്ച് ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. 5 മിനിറ്റ്സിന് ഉള്ളിൽ നമുക്ക് സംഭവം റെഡിയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സവാള അരിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാളകൾ എടുത്തിട്ടുണ്ട്. സവാള എടുത്ത് കഴുകി വൃത്തിയാക്കി ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് ഇടിച്ചു വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചു വെച്ചതാണ്. പിന്നെ നമുക്ക് ഒരു കഷ്ണം കറിവേപ്പില വേണം. ഒരു തണ്ട് കറിവേപ്പില വേണം. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എന്ന് പറയുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവയാണ്. പിന്നെ മെയിൻ ഐറ്റം മുട്ട തന്നെയാണ്. മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിവിടെ മൂത്ത് വരുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് വീണ്ടും തുറന്നു നോക്കി ഇളക്കി യോജിപ്പിച്ച ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വീണ്ടും വേവിച്ചെടുക്കാം. ഇത് ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ മസാല പിടിച്ചു വരട്ടെ. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ വയ്ക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ മസാലപ്പൊടികളും എല്ലാം പരുവത്തിന് തന്നെയാണ്. അപ്പോൾ മിനിറ്റ്സ് ഇത് വേകട്ടെ. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിവിടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് മസാല കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം.
ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട ഉള്ളിയിട്ട മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ മുട്ടയുടെ കൂടെ നമുക്കിന്ന് കഴിക്കാനായിട്ട് ദോശയാണ്. അപ്പോൾ ദോശ കൂടി ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അടച്ചു വയ്ക്കാം നമുക്ക്. ദോശക്കല്ല് ഇവിടെ ചൂടായി വരുന്നു. ഇതിലേക്ക് എണ്ണ തടവി കൊടുക്കാം. ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ തടവി കൊടുത്തു. ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് ഇതൊക്കെ ആവശ്യമാണ്. നെയ്യിലുള്ള വിറ്റമിൻസും മിനറൽസും എല്ലാം. അപ്പോൾ നെയ്യിൽ ഒരുപാട് വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. മറുവശം കൂടി നല്ലപോലെ വെന്ത് വരട്ടെ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോട്ട് ബോക്സിലേക്ക് നമുക്കിതിനെ മാറ്റി കൊടുക്കാം. അടച്ചു വയ്ക്കാം. ഇനി ഇങ്ങനെ നമുക്ക് ആവശ്യമായ അപ്പോൾ നമുക്ക് ബാക്കി ദോശ കൂടി ചുട്ടെടുക്കാം. നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ദോശയും കൂടെ നമ്മുടെ മുട്ടക്കറിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ വളരെ ടേസ്റ്റിയായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ദോശയും മുട്ടക്കറിയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൂടെ നമുക്ക് ചായയും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.